ഞാൻ പറയുന്നത് മനസ്സിലായി. ഇനിയുണ്ട് ആളുകള്, ഇനി ഓരോരുത്തരെ കൊണ്ടുവരാം. ഇത് ഈ ആള് എപ്പോഴെങ്കിലും, ഞാനിപ്പോ ഫോട്ടോ കാണിച്ചില്ലേ അവരുടെ കമന്റുകളൊക്കെ, അവരെപ്പോഴെങ്കിലും എന്റെ ലൈവോ എങ്ങാണ് അവരുടെ വീടിന്റെ അടുത്തുള്ളവരോ ബന്ധുക്കളോ വീട്ടുകാരോ നാട്ടുകാരോ ഇനിയിപ്പോ അവരായാലും ഈ ലൈവ് അവര് കാണുന്നുണ്ടേ അവരത് കാണും, കേൾക്കും. അപ്പൊ അവര് മനസ്സിലാക്കും ഞാൻ അറിയാത്ത കാര്യം, ഞാൻ ഇവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും സപ്ലൈ ചെയ്തിട്ടില്ല, അവരുടെ അടുക്കൽ ഞാൻ പോയിട്ടില്ല. അവർ സ്വയം ഇങ്ങനെ സംസാരിച്ചു തുടങ്ങും. എന്നിട്ട് ഞാൻ ഇങ്ങനെ വന്ന് തുറന്ന എല്ലാരും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരിടത്ത് ഞാൻ പോയി ഇങ്ങനെ എഴുതി വെച്ചു. അത് നല്ലതായിരുന്നു. അവർ സ്വയം ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ അവരിലേക്കൊരു ചിന്ത എത്താനാണ് ഞാൻ ഇത്തരം കാര്യങ്ങളിലൂടെ ഇങ്ങനെ നിങ്ങളെ കാട്ടി. നിങ്ങളെയല്ല, ഞാൻ എൻ്റെ ഈ യന്ത്രത്തിലൂടെ ഞാൻ ഇങ്ങനെ ഇടുന്നത്. അവരെന്തെല്ലാമാണോ അവരുടെ ഉള്ളിലെ നെഗറ്റീവുകൾ പുറത്തേക്കിടുന്നത്, തൊട്ടടുത്ത നിമിഷം അവർക്ക് മാറി ചിന്തിക്കുവാനുള്ള ഒന്നും കൂടിയാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോഴെന്ത് ചെയ്യണം? അവരതിനെ പോസിറ്റീവായിട്ട് എടുക്കണം. അപ്പൊ നാവ് കുഴയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മദ്യം കഴിച്ചിട്ടാണ് നാവ് കുഴയുന്നത്, കഞ്ചാവ് കഴിച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് കഞ്ചാവ് ഞാൻ കുട്ടിക്കാലം മുതലേ ജീവിക്കുന്ന അല്പം അങ്ങനെ അങ്ങ് പറഞ്ഞൂടെ. എന്റെ സംസാരം, ഞാൻ സംസാരിക്കുന്നത് മുഴുവൻ കഞ്ചാവ് കഴിച്ചിട്ടാണ്. രാവിലെ എന്തോ ചോറിന് പകരം ഞാൻ കഞ്ചാവ് വാരി കഴിച്ചിട്ടാണോ വരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ നമ്മൾ ഒരാളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനൊരു കൃത്യത വേണം. ഇപ്പൊ ജനിക്കുന്ന കുട്ടികൾക്ക് നന്നായിട്ട് നാക്ക് വഴങ്ങത്തില്ല. അതുപോലെ തന്നെ വലുതായാലും ചിലർക്ക് നാവ് ഇവിടെ ഒരു കെട്ട് കാണും, നന്നായിട്ട് വഴങ്ങത്തില്ല. എനിക്കത് നല്ല വണ്ണമുണ്ട്, നന്നായിട്ട് എനിക്കത് ഉള്ളതാണ്. അത് ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നീട് നമ്മൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ പകുതിയോ എപ്പോഴോ ചിലർക്ക് നാവിന്റെ ആ ചലനം നിന്ന് പോകും. ആ ചലനം നിന്ന് പോയിട്ട് പിന്നെ സംസാര ശേഷി വീണ്ടെടുക്കും. ഇതൊന്നും ഈ വൃത്തികെട്ടവർക്ക് അറിവില്ലാത്ത വിവരക്കേട് പറയുന്ന